സോ അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ വന്നിരിക്കുന്നത് അങ്ങ് ഹോളിവുഡിൽ നിന്ന് നമ്മുടെ ടോം ക്രൂസ് അണ്ണൻ്റെ വളരെ വ്യത്യസ്തമായൊരു പടം. അതായത് അണ്ണൻ കുറച്ചുകൂടെ പ്രായമായ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന സ്വന്തം പ്രായത്തിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഇത്. അലക്സാൻഡ്രോ ഇനാരിറ്റോയുടെ പടമാണ്. ഡിഗർ എന്നാണ് പറഞ്ഞത്. വിചിത്ര സിനിമയായിരിക്കും. അതെ കുറച്ച് ഇതിപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് കുറച്ചായി. സോ നമ്മൾ അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ നോക്കിപ്പോൾ ആസ്പെക്ട് റേഷ്യോ അങ്ങനെയാണോ? കാറ്റിന് വയ്യ. കളേഴ്സ് ഉണ്ടോ? ഡീസാച്ചുറേറ്റഡ്. Between 2 weeks, 5 minutes. Mr. Rockwell, my name is Sandy Clarkson. Yeah, Sandy. Hey, man, buddy. You're the man with 5-foot crab. Glacier over there in Greenland, it shifts 5 feet. Now, this desk in front of me is bigger than 5 feet. Mr. Rockwell. My dick is a tenth of that size. So what do you want me to shut down $1 billion platform over something that's 10 times the size of my dick? Folks, I don't believe you understand what's happening, sir. What did you just say? Sorry, sir. Well, I know perfectly well what's going on here, because I'm paying for the whole thing. I'm paying for your fucking 90% Hungarian goose-down winter jacket. I'm paying your salary. You want to shut it down? Well, hey! Mr. President, we're utterly unprotected against a disaster of this magnitude. What's our worst case scenario? $18 trillion, sir. Is that all the bad fucking news? Oh, there's the nuclear race, too. Oh, അല്ല ഫഹദിന് പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞു. റിസാഹമ്മദിന്റെ റോള് അല്ലേ? പറഞ്ഞു വെച്ചിരുന്നല്ല, പുള്ളി ഓഡിഷൻ ചെയ്തെന്ന് പറഞ്ഞു. that is why it's your problem. If we can't control the course of nature, at least we can control the narrative. But it happened. Mother Nature, she's allowed to win. We're gonna save the world. Cause Mother Nature wants to fight. Is he okay? Mr. President. Mr. President? Fucking right word, what? Dash! Help me shape the story. They already know the story. They know the facts. The story is yet to be told. When all else fails, you hit it with the truth. You know, the hard truth. Just bang, bang, bang. Woo! Woo! That feels good, doesn't it? That's my girl. ഇത് മറ്റേ നമ്മൾ പറഞ്ഞ പോലെ വട്ടവട വന്നത് വെള്ളക്കാരായ പണക്കാർക്കെതിരെയുള്ള ഒരു നമ്മുടെ മറ്റേ മിക്കി 17 ഫിലിം ഓർമ്മ. എനിക്ക് ഇത് കണ്ടോണ്ടിരുന്നപ്പോഴേ അതിന്റെ ഹ്യൂമറസ് ഒരു ഹ്യൂമറസ് സ്റ്റൈൽ ഉണ്ടായിരുന്നല്ലോ. കുറച്ച് എവിടേക്കെന്തോ കുറച്ച് വീടായിരുന്നു. അത് നമ്മുടെ ബോൺജോ ഹോ. അത് ഞാൻ കണ്ട തിയേറ്ററിൽ. നമ്മൾ രണ്ടുകൂടെ പോയി കണ്ടു, ഓർമ്മയില്ലേ? അപ്പൊ എനിക്ക് മറ്റേ ക്ലോസപ്പ് ഒക്കെ വൈഡിൽ വെക്കുന്ന മറ്റേ നമ്മുടെ ചീവോ അല്ലേ, പുള്ളി അങ്ങനല്ലേ വിളിക്കുന്നത്, നമ്മുടെ ക്യാമറമാൻ ലുബിസ്കിയാണോ ഇത്? ആണോ? ഇവർ തമ്മിൽ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്തുള്ളൂ. ഇനറിറ്റും ലുബിസ്കിയും കൂടെ ഒരുമിച്ചാണെന്ന് തോന്നുന്നു. അല്ല, എല്ലാം വൈഡ് ആംഗിൾ കണ്ടോണ്ട് ഇമ്മീഡിയറ്റ്ലി ലുബിസ്കിയാന്ന് ഉറപ്പായിരിക്കും, പുള്ളിയായിരിക്കും. അങ്ങനെ ഉറപ്പില്ല. അല്ല, മറ്റേ വലിയൊരു ശതമാനം ആളുകൾക്ക് ഇഷ്ടമല്ല ഈ പറയുന്നത് ക്ലോസപ്സ് ഒക്കെ ഇങ്ങനെ. ചിലർ പറയുന്നുണ്ട് അവരുടെ ഫേസ് അപ്പം മറ്റേ ഇങ്ങനെ. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ കാണണമെങ്കിൽ അങ്ങനെ കാണല്ലേ. ഇത് അതെന്താ അങ്ങനെ ഫേസ് കറക്റ്റ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അങ്ങനെ ഇവരുടെയൊക്കെ ഫേസ് മറ്റേ ആ ഒരു ആംഗിളൊക്കെ ഇല്ല മറ്റേ. അതാ പറഞ്ഞത്, എനിക്ക് ബേസിക്കലി എനിക്ക് മനസ്സിലായത് എനിക്ക് വർക്കാവാത്ത ടൈപ്പ് പടമായിരിക്കും, പക്ഷെ കാണാം. ഏതാ ഇതിന്റെ ഈ വിഷു പരിപാടി ഈ ഒരു സാധനം കാണും. ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ട് ഇതിനകത്ത്. കാരണം ഈ ഇവരെ കാണിക്കുമ്പോഴത്തേക്കും വെളുത്തിരിക്കും വരും മറ്റേ കളറൊക്കെ. പക്ഷെ മറ്റേ അവിടുത്തെ ഐസ്ലാൻഡിലെ ആ പരിപാടിയെ കാണിക്കുന്നില്ല. ഐസ്ലാൻഡോ ഗ്രീൻലാൻഡിലെ പരിപാടിയൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് കളറും കോൺട്രാസ്റ്റും ഒക്കെ ഉണ്ട്. ഇവരെ കാണിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വിളറിയിരിക്കുന്നു. അപ്പോൾ അത് എന്തോ ഒരു ചോയ്സ് ആണോ അതോ കളർ റീഡിങ് കഴിഞ്ഞിട്ടില്ലേ ട്രെയിലറിന്റെ എന്താ പരിപാടി അറിയില്ല. ഇതിൽ ഈ റിസ് അഹമ്മദിന്റെ ക്യാരക്ടറിന് വേണ്ടിയാണ് നമ്മുടെ ഓഡിഷൻ ചെയ്തതെന്നൊക്കെ പറയുന്നത്. അതേസമയം അത് ഇവിടുന്ന് വന്നു. ഇപ്പൊ ഡോക്ടർ ബിജു എന്ന് പറഞ്ഞ ഡയറക്ടർ ഓൾറെഡി അത് റിവീൽ ചെയ്തത്. പുള്ളിയോടാണ് ഇനായിട്ട് ചോദിച്ചത്. ഇവരെ ഏതോ മറ്റേ ഫെസ്റ്റിവലിന് വെച്ച് മീറ്റ് ചെയ്തിട്ട്
ഡോക്ടർ ബിജുവിൻ്റെ പടങ്ങൾ അത്യാവശ്യം പിന്നെ വേൾഡ് വൈഡ് ഈ പല ഇതിന് ഫെസ്റ്റിവലിന് പോകാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ എന്തോ വെച്ചൊരു പരിചയപ്പെട്ടിട്ട് ഇനാലിട്ടോ പുള്ളിക്ക് മെയിൽ അയച്ചിരുന്നു. അപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്ത കൂട്ടത്തിലൊരാളാണ് ഫഹദ് എന്ന് പറഞ്ഞത്. അപ്പോൾ മൾട്ടിപ്പിൾ ആൾക്കാരുടെ പേര് വേണമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സജസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരാളാണ് ഫഹദ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു റൂമറുണ്ട്. അതേ സമയത്ത് പുള്ളി ഇനിഷ്യലി തന്നെ ഈ റിസ് അഹമ്മദിന്റെ ഓപ്ഷൻ പുള്ളിക്ക് ഉണ്ടായിരുന്നു. വീർദാസ് ഒരു പോസ്റ്റ് ചെയ്തായിരുന്നു. അതായത് വീർദാസും ഇവരെല്ലാരും ഈ ബിജുവിന്റെ ആൾക്കാരാണ്. അങ്ങനെയാണ് പറയുന്നത്. ആണോ? ഇവരെല്ലാവരും ഈ ഓഡീഷന്റെ പരിപാടി എന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് അറിയില്ല അതെന്താണ്. ഈ ഫഹദ് ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ കാരണം പെട്ടെന്ന് നമുക്ക് എനിക്ക് ഫഹദിനെ പോലെ തന്നെ വേണമെന്ന് പറഞ്ഞ് എടുത്ത പോലെ അല്ലേ പറ്റിയ ഒരാളെ കൊണ്ടുപോകാം. അതെ ഷമ്മിയിലടാ നീ. ഫഹദിന്റെ കാര്യം ഇപ്പൊ കുറച്ച് അവസ്ഥയിലാണ് അല്ലേ. ഫഹദ് എന്നിട്ട് ചെയ്യുന്ന റോളുകളും സിനിമകളും അതെ നമുക്ക് വർക്കല്ല, ഫഹദിന് വർക്കാണ്. സഭ ഡിഗ്ഗർ വരട്ടെ, ഏതായാലും കാണാം. എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, പക്ഷെ കുടിച്ചു നോക്കും ഞാൻ. എനിക്ക് മറ്റേ സാധനം റവനന്റ് ഒക്കെ 2 തവണ തിയേറ്ററിൽ പോയി കണ്ടു. റവനന്റ് പോലല്ല, റവനന്റ് ഒക്കെ ബേസിക്കലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് റവനന്റ്. ഇപ്പൊ ബേർഡ്മാൻ പോലും, ബേർഡ്മാൻ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടില്ല. ബേർഡ്മാൻ ലൈനായിരിക്കും. വട്ട് എനിക്ക് ബേർഡ്മാൻ ആദ്യം കണ്ടോണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ ഇതെന്താ ഇത് ഇങ്ങനെ എന്നൊരു വലിയ നിരാശയിൽ പോയ പടമാണ്. പക്ഷെ ആ സിനിമക്കകത്ത് കുറച്ച് നല്ല എലമെന്റുകളുണ്ട്. സോ അപ്പോൾ അതുപോലെ നമ്മൾ നോക്കാം എന്താവും. പിന്നെ ടോം ക്രൂസ് ആണെങ്കിൽ കുറേ നാളത്തെ ഒരു ഓട്ടം ഇല്ലായിരിക്കും അല്ലേ ഈ പടത്തിൽ. ഓടും ഗ്രീൻ ലാൻഡിന്റെ മേളിൽ കൂടെ ഓടും. പക്ഷെ ഇത് രസമായിരിക്കും. പുള്ളി ഇങ്ങനെ കുറച്ച് വളരെ റെയർ ആയിട്ട് പുള്ളി ഇങ്ങനെ ഒരു റോൾ എടുക്കുന്നത്. ബാക്കി എല്ലാത്തിനും ടോം ക്രൂസ്. ഈതൻ ഹണ്ട് അല്ല ടോം ക്രൂസ് ഇതിനകത്തുണ്ടല്ലോ. മമ്മിക്കകത്ത് അതുപോലെ വേറെ ടോം ക്രൂസ്. അതെ ഈതൻ ഹണ്ട് മമ്മിയിൽ വന്നു എന്ന് പറയുന്നത്. അതല്ലാതെ ഇങ്ങനെ മറ്റേ ഇതിനകത്ത് ട്രോപ്പിക് തണ്ടറിനകത്ത് പോലത്തെ സാധനം ചെയ്യുന്നുണ്ട്, ഒരു റോൾ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമാണ്, ഫണ്ണാണ് പുള്ളി. സോ അപ്പം ഡിഗ്ഗർ വരുന്നു, അവർ കുഴിക്കട്ടെ അല്ലേ.